കാര്യം ചെയ്യ്, ഞാൻ ബാലയുടെ ഡയലോഗ് പറയാം. അപ്പൊ നീ സ്റ്റേജിലാണെന്നങ്ങ് പറഞ്ഞേരെ. ഓക്കെ, എടുത്തോ. 1000 നാഗങ്ങളുടെ കേൾവി ശക്തിയും 100 ആനകളുടെ ബലമുള്ള എനിക്ക് നമ്മുടെ അംഗരാജ്യത്തിലേക്ക് കടന്നു വരുന്ന ആരെയും ഞാൻ ഞാൻ പറഞ്ഞു തീർന്നില്ല. അത് കുഴപ്പമില്ല, മതി, കട്ട് ചെയ്ത് ശരിയെന്ന് പറഞ്ഞു. അയ്യോ, പിന്നെ വിളിക്കണം. 1000 നാഗങ്ങളുടെ കേൾവി ശക്തിയും 100 ആനകളുടെ ബലമുള്ള എനിക്ക് ഈ അംഗരാജ്യത്തിലേക്ക് ആരെങ്കിലും നുഴഞ്ഞു കയറിയാൽ അത് സംഭവം ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിനിപ്പോ എന്താന്നേ? ഒന്ന് അങ്ങോട്ട് വിളിക്കോ? ശരിയാക്കി കളയാള്. എന്റെ കാര്യം നോക്കി നോക്കി, ഇത് എനിക്ക് സ്റ്റേജിലും പറയാൻ പറ്റുന്നില്ല, കാട്ടിൽ വന്നിട്ട് ഇവിടെയും പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഈ ഡയലോഗ് ഈ സീസൺ തീരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്നില്ല. പട്ടി ഓരിടണ പട്ടി ഓരിട്ടാ പ്രേതം വരും. അതിനിപ്പോ എന്താ? നീ കേട്ടായിരുന്നോ? ഞാൻ കേട്ട്. നീ കേട്ടെങ്കിൽ പിന്നെ എന്നെയും കൂടി എന്തിനാണ് ഇത് വിളിച്ചത്? ഇല്ല, ഞാൻ കേട്ടിട്ട് അതൊരു ശംഖുനാഥമാണെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ കൂടെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് വന്നു പ്രേതം കൊണ്ട്. പട്ടി ഓരിട്ട പ്രേതം വരും, എനിക്ക് പേടിയാണ് ചേട്ടാ. പട്ടി ഓരിടട്ട്, ഒന്നും ആവശ്യമില്ലാതെ. ഈ പട്ടി ഓരിയിടുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലേ? നൈസായിട്ടും കെട്ടിപ്പിടിക്കാം. സോറി ചേട്ടാ, ഞാൻ പെട്ടെന്ന് പേടിച്ചപ്പോ അറിയാണ്ട് വന്ന് കെട്ടിപ്പിടിച്ചു പോയത്. എനിക്ക് പട്ടി പോലെ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ രാജാവായിട്ട്. ചേട്ടന് ഒന്നിനെയും പേടിയില്ല? എനിക്ക് ഒന്നിനെയും പേടിയില്ല. ഏത് വന്യമൃഗം വന്നാലും ഞാൻ അടിച്ച് വീഴ്ത്തും. ദൈവമേ, ഒരു കാട്ടുപന്നി പോലും വരല്ലേ. ഓ പേടിക്കണ്ട, ഞാനുണ്ട് കൂട്ടിന്. ടെൻഷൻ വേണ്ട. ഈ കാർന്ന് ഞാൻ കത്തിക്കും. പേടിക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞട്ടെ, നമ്മൾ രണ്ടുപേരും ഉള്ളു അല്ലേ കാട്ടില്? ഒറ്റാക്കൂര് ഇരുട്ടല്ലേ? സുധമ്മ, എന്താ ചേട്ടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. இந்த காட்டுல வச்சும் காதலா கோவாலா? அப்ப என்னோடு தொட்டு பேசுறது, என்னோடு சிரிச்சு பேசுறது, இதெல்லாம் தப்பா சுதர்மா, தப்பா? ஆமா. അയ്യോ ആമവാദമുള്ള കാര്യം മറന്നു. ഒന്നുമില്ല. നാളെ നേരം വെളുക്കുമ്പോ വാലന്റൈൻസ് ഡേ ആണ്. ഒരു കിടില സംഭവം ഉണ്ട്. എനിക്കറിയാം, കഴിഞ്ഞ ശിവരാത്രിക്ക് നമ്മൾ സ്റ്റേജ് പൊളിഞ്ഞ് വാലിതായിട്ടൊക്കെ ആൾക്കാർ ഓടിച്ചിട്ട് കൂട്ടിട്ട് തല്ലിയ കേസല്ലേ? ദുരന്തങ്ങളെല്ലാം അങ്ങ് ഓർത്ത് വെച്ചേക്കാനല്ലേ? ദുരന്തങ്ങളെല്ലാം ഓർത്ത് വെച്ചേക്കാൻ. അതൊന്നുമല്ല, ഇതൊരു കിടില സർപ്രൈസ് സാധനമാണ്. പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കിടന്നു ഉറങ്ങാം. ഈ കാട്ടില പിന്നല്ലാതെ നമുക്ക് വഴിയറിയത്തില്ലല്ലോ, കാട്ടിൽ പെട്ടുപോയില്ലേ? ഇവിടെയൊക്കെ വല്ല പാമ്പോ വല്ല പുലിയോ വഴുതാൻ എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് പേടിക്കണ്ടെന്ന്. നമുക്ക് കിടന്ന് ഉറങ്ങിട്ട് രാവിലെ എണീറ്റ് പോവാം. അപ്പോഴും വഴി കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഉറങ്ങുമ്പോ എങ്ങനെയാണ്? എനിക്ക് തലയോടെയും കിട്ടിയ ഞാനവിടെ ഊരൊക്കെ വാറിക്കുത്തിരുന്ന് അങ്ങോട്ട് ഉറങ്ങും. അതാണല്ലോ നമുക്ക് വേണ്ടത്. എന്റെ അരിയത്തോടൊരു കൊതുക് പോയിട്ടൊരു മനുഷ്യക്കുഞ്ഞ് കടന്നു പോയപ്പോലെ ഞാൻ അറിയൂല. ഞാനാണെങ്കിൽ കണ്ണു അടയ്ക്കും, കൂർക്കം മരിക്കും. അതാണ് എന്റെ ഉറക്കം. ദൈവമേ, നാളെ നേരം വെളുക്കുമ്പോ ഒരു ചെറിയ കരടിക്കുട്ടി കിട്ടിയിരുന്നെങ്കിൽ ടടി ബിയർന്നും പറഞ്ഞു നോക്ക് കൊടുക്കാറുണ്ട്. അയ്യാ രണ്ട് വീടിയും കൂടി മേടിക്കണ്ടായിരുന്നു. നല്ല സുഖം. ഹലോ വർക്കിച്ചായ, ഞാൻ വന്നിട്ടുണ്ട്. ആ കോട കലക്കി ഇട്ടേക്കുമല്ലയോ? രാവിലെ ആവുമ്പോ എത്ര 50 കുപ്പി ചാരായം മാറ്റി തരാം. ഓക്കെ, ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ സാധനം കൊണ്ട് തരാം. ചുമ്മാ ഇടന്നങ്ങ് വിളിക്കുക. ദൈവമേ, ഇതാരടാ കോട കലക്കിയേക്കുന്നതിന്റെ അടുത്ത് കിടക്കുന്നത്? ആരിത്? കണ്ടിട്ട് എനിക്ക് തോന്നുന്ന സേവ് ദ ഡേറ്റിന് വന്ന ഏതോ കമിതാക്കൾ ക്ഷീണം കൊണ്ട് കിടക്കുമായിരിക്കും. ഈ പുല്ലുങ്ങൾ പോകുന്നില്ലേ? ഹലോ
ഹലോ പോകുന്നില്ല കാട് അപ്പൊ പേടിപ്പിക്കാം കാന്താരെ തന്നെ ഒരു പിടുത്തം പിടിക്കാം യോ, കാന്താര അത് മുഴുത്ത കഞ്ചാവ്. കയറി പറഞ്ഞാ അവ ഏതോ കാട്ട് കിഴങ്ങ് ചുട്ട് തിന്ന് അതാണ് ഇത്രയും ഓഹോ. അതങ്ങ് പോട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് നാറും. ആരാണ് നീ ചുരിദാർ ഇട്ടോണ്ട് ഇവിടെ വന്നിരിക്കുന്നത്? ചുരിദാറല്ല, ഇത് രാജാവിന്റെ വേഷമാണ്. രാജാവിന്റെ വേഷം ഇവിടെ എന്താണ്? ഈ കാട്ടിൽ എന്താണ് കാര്യം? എടീ, ഇതൊക്കെ ചോദിക്കാം, നീ ആരാ? ഞാൻ ആരാണെന്ന്? ഞാൻ ഈ കാടിന്റെ മകനാണ്. ഈ കാടിന്റെ മകനാണ്. ഈ പുഴയുടെ മകനാണ്. ഇവ ഈ പുഴയുടെ മകനാണ്. ആ മരത്തിന്റെ മകനാണ്. ആ മരത്തിന്റെ മകനാണ്. ആ പൂവിന്റെ മോനാണ്. ഇവ ഈ പൂ ആരമനെന്ന് പറഞ്ഞ പൂവിന്റെ മകനാണ്. എടാ പൂവിന്റെ മോനെ, ഞങ്ങൾ വഴിതെറ്റി കാട്ടിൽ വന്നതാ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോണം, മനസ്സിലായി?